അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇബ്ലീസ് ത്വരീഖത്തിനെ നമ്മൾ തല്ലിക്കൊന്ന് കബറടക്കി കണ്ണോക്കും നടത്തി. ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ ആളുകളായ കുരുവട്ടൂരികൾക്ക് സ്വാഭാവികമായും അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരല്പം ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതി പെരുന്നാളിൻ്റെ തലേ ദിവസം നല്ലൊരു പെരുന്നാൾ സമ്മാനവും നമ്മൾ അവർക്ക് കൊടുത്തു. എന്നിട്ടും അവരുടെ വേദനയും സങ്കടവും തീരുന്നില്ല. പല സ്ഥലങ്ങളിലും പോയി അവരിങ്ങനെ പൊട്ടിക്കരയുകയാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ത്വരീഖത്ത് ചത്തു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും ആ ഖബറു മാന്തി നമ്മളതിനെ പോസ്റ്റ്മോർട്ടവും ചെയ്തു. എന്നിട്ടും അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി നമ്മൾ അവർക്ക് സമർപ്പിക്കുകയാണ്. ഇബ്ലീസിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ കുരുവട്ടൂരികൾ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് നടത്തുന്നത്. മഹാന്മാരുടെ കിതാബുകളിൽ ഏതെല്ലാം തരത്തിലാണ് അവർ ദുർവ്യാഖ്യാനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിഷയത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി വ്യക്തമായി അക്കമിട്ട് ചില ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം 2 പ്രസംഗങ്ങൾ, ഒന്ന് പുല്ലാളൂരും ഒന്ന് കുന്നമംഗലത്തും ഇവർ നടത്തി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊരക്ഷരം കൊണ്ട് പോലും ഇവർ മറുപടി പറഞ്ഞില്ല. എന്നല്ല, കേട്ടതായി പോലും നടിച്ചില്ല. കുന്നമംഗലത്ത് വന്നിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ആ ചങ്ങാതിക്കറിയില്ല. എന്നാലോ പുല്ലാളൂര് വന്ന് ചില ബെഡായിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ആ ബെഡായി നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ വരെ വിടുവോ? തെളിവുകൾ ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നു. ഖണ്ഡനങ്ങൾ മാറി മാറി വന്നു. അവസാനം കഴിഞ്ഞ ദിവസം നമ്മളത് ശരിക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോ ഒരു മൗലവി വന്നിരുന്നു നമ്മളോട് മുട്ടാൻ. അയാൾ നിർത്തിവെച്ച് പോയി മാളത്തിൽ ഒളിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഏത് മാളത്തിൽ ഒളിച്ചാലും പിടിച്ച് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് മശായിഖിന്റെ മദതിൽ ഞങ്ങൾ പറഞ്ഞാൽ പുറത്തു വരലല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അതെന്തായാലും വല്ലാത്തൊരു മദതായി പോയി. എൻ്റെ ചെങ്ങാതി, ഇങ്ങനെ ബെഡായി പൊട്ടിച്ച ആ സമയം വേണോ എൻ്റെ ആ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ? അതിനൊന്നും മറുപടി പറയാതെ, കേട്ടതായി പോലും നടിക്കാതെ പിടിച്ച് ഞങ്ങൾ മാളത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു എന്നൊക്കെ ബെഡായി പൊട്ടിക്കാൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സുഖമില്ലായിരുന്നു, പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇയാൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മശായിഖന്മാരുടെ മദത് കൊണ്ട് പുറത്തിറക്കി നമ്മൾ എന്നൊക്കെ വീരവാദം മുഴക്കാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എവിടെ നൗഷാദേ? കാട്ടുവളപ്പിൽ നൗഷാദേ, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എവിടെ? ഒന്നാമതായി ഞാൻ ചോദിച്ചു, ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലാ മഹാനവറുകളുടെ തുഹ്ഫ ഞാൻ വായിച്ചപ്പോൾ നീ അതിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. ഞാൻ ചോദിച്ചു, ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ എന്നല്ല, മഹാനവറുകളുടെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഇബ്ലീസ് തൗബ ചെയ്യുമെന്നും മുസ്ലിമാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ ഒരു ഇബാറത്ത് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കണ്ടില്ലല്ലോ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. രണ്ടാമത് ഞാൻ ചോദിച്ചു, നീ ഏതോ മൂല്യാര് നിന്നെ വിളിച്ചിട്ട് എനിക്ക് തുഹ്ഫ ഓതി തന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? പച്ച നോണ. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നീ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ആളാണെന്ന് സാധാരണക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ നിന്നോട് രണ്ടാമതായി ചോദിച്ചു, ആ മൂല്യാരാരാ? അയാൾ നിനക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചതെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നോട്ടടക്കം ആ നമ്പർ സഹിതം നീ പുറത്തുവിട്. ഞാൻ ആ മൂല്യാരോടൊന്ന് സംസാരിക്കട്ടെ. നീ എന്താ അതിന് മറുപടി പറയാതിരുന്നത്? എന്താ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് നൗഷാദേ? മൂന്നാമത് ഞാൻ ചോദിച്ചു, മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാ മഹാനവറുകളുടെ കിതാബ് നീ പച്ചയായി വ്യഭിചരിച്ചു. എന്നിട്ട് നീ പറഞ്ഞതെന്താ? ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റുമെന്നതിന് ഈ ഹദീസ് തന്നെ തെളിവാണെന്ന് ഇമാം ഷഅറാനി പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നീ പറഞ്ഞത്? ഒരു വരി വായിക്കാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, നീ വായിച്ചോ? പിന്നെയും നിന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? നീ പറഞ്ഞു ലോകത്തൊരാൾ പോലും പറയാത്തൊരു വാദം, എന്ത് സ്പെഷ്യൽ ഇടപെടലുണ്ടായാൽ ഇബ്ലീസും മുസ്ലിമാകുമെന്ന്. അതിന് തെളിവെവിടെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞോ? ആ ഭാഗം കേട്ടതായി പോലും നടിച്ചില്ലല്ലോ. എന്താ നൗഷാദേ മറുപടി പറയാത്തത്? പിന്നെയും നിന്നോട് ഞാൻ ചോദിച്ചു, നാളെ ആ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് ഇബ്ലീസ് എങ്ങാനും മുസ്ലിമായി എന്ന് സങ്കല്പിക്കുക. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എന്ത് ചെയ്യണം,
കാരണം ഖുർആനിൽ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. അവൻ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ആയത്തുകൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ നിന്നോട് ചോദിച്ചു. എന്തെങ്കിലും ഒഴിഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറയാതെ വന്നിട്ട് ബഡായി പൊട്ടിക്കാൻ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു മശായിഖന്മാരുടെ മദത് കൊണ്ട് എന്നൊക്കെ. വല്ലാത്തൊരു മദതായിപ്പോയി. ഈ ജാതി മദതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഇബ്ലീസിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ തന്നെയാണ്. അതുകൊണ്ട് നൗഷാദെ, ഇനി വരികയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ അക്കമിട്ട് ഇബാറത്തുകൾ ഇങ്ങോട്ട് വായിക്കണം മറുപടിയായിട്ട്. നിന്റെ ദുർവ്യാഖ്യാനമോ നിന്റെ തൊള്ളബടായിയോ അല്ല കേൾക്കേണ്ടത്, മറിച്ച് മഹാന്മാരാകുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയ കിതാബിലെ വാചകങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നീ വായിക്കണം ഇനി വരുമ്പോൾ. മശായിഖന്മാരുടെ മദതുള്ളതല്ലേ, ആ മദത് ഞങ്ങളൊന്ന് കാണട്ടെ. എന്നിട്ടോ ഈ ശറഹുൽ അഖായിദിൽ നിന്ന് ഞാനൊരു ഇബാറത്ത് വായിച്ചു. മുമ്പ് ഞാനത് വായിച്ചില്ല എന്നൊക്കെ വല്ലാത്ത പരാതിയായിരുന്നു. അതിനെക്കുറിച്ച് മൂപ്പര് എന്തോ വലിയ ഒരു കാര്യം കിട്ടിപ്പോയി എന്ന സന്തോഷത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് സാധു. വായിച്ചതൊക്കെയും ഇവർക്ക് തിരിയാതെ നട്ടം തിരിഞ്ഞതാണ്. ഇത് സാധ്യമാകുന്ന കാര്യമാണ് എന്നാണ് കിതാബിലുള്ളത് എന്ന് വായിക്കുന്ന രംഗം അൽഹംദുലില്ലാ, നമ്മൾ മശായിഖിന്റെ മടിത്തട്ടിൽ അവര് തന്ന ഊർജം കൊണ്ട് നമ്മൾ നേരിട്ടപ്പോ നമ്മുടെ മുമ്പിൽ വന്ന് ആയുധം വെച്ച് കീഴടങ്ങുന്ന രംഗമാണ് ഇന്ന് കാണിക്കാനുള്ളത്. അയാൾ തന്നെ പറയുകയാണ് അത് സാധ്യമാണ്, സാധ്യമാകാത്തതിൽ അതിനെ എണ്ണാൻ പാടില്ല, ഇത് കിതാബിലുള്ളതാണ്. കഴിഞ്ഞില്ലേ? അതാ അതിന്റെ ആവശ്യമുള്ള അയാൾ തന്നെ വായിച്ചോട്ടെ. ഇപ്പൊ എന്തൊക്കെ ബെഡായിയാ പൊട്ടിച്ചത്. മശായിഖന്മാരുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ അയാൾ തന്നെ അത് സാധ്യമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ക്ലിപ്പ് കാണിക്കാൻ കേട്ടോളൂ കേട്ടോ. ആവശ്യമുള്ള അയാൾ തന്നെ വായിച്ചോട്ടെ. അൽപായുസേ ഉള്ളൂ എന്ന് അവനും അറിയാം, എങ്കിലും ഒന്ന് പിടിച്ചു തൂങ്ങാം തൽക്കാലത്തേക്ക്. എന്താ പറഞ്ഞത്? ബലി തഹ്ഖീഖു എന്നല്ല, തഹ്ഖീഖ് അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു. ഈ മൂന്നാമത് പറഞ്ഞ ഖിസ്മിനെ എണ്ണാതിരിക്കലാണ് മിമ്മ ലാ യുതാഖു, കഴിവില്ലാത്ത ഒന്നിൽ പെട്ടതായി എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിവുണ്ടോ കഴിവില്ലേ? കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞതും അതുമാത്രമല്ല നൗഷാദെ. എന്തിനാണ് ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത്? എൻ്റെ ക്ലിപ്പ് മുഴുവനും കാണിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്നെ ഞാൻ വെല്ലുവിളിക്കാൻ, ഞാൻ ആ പറഞ്ഞ ഭാഗം മുഴുവനായി കേൾപ്പിക്കാൻ നിനക്ക് ആർജവമുണ്ടോ നൗഷാദെ? ഇതാണോ നിന്റെ മശായിഖന്മാർ തന്ന ഊർജം? വല്ലാത്തൊരു ഊർജം തന്നെ. ഒരാളൊരു ആശയം പറയുമ്പോൾ അത് മുഴുമിപ്പിക്കാതെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് തൊള്ളയിടലാണോ നിന്റെ മശായിഖ് നിനക്ക് തന്ന ഊർജം? നീ എന്താ പറഞ്ഞത്? ഞാൻ അതിന് ശേഷം കൃത്യമായി പറയുന്നില്ലേ? അങ്ങനെ അവൻ്റെ ബിദ്ദാത്തിൽ, അവൻ്റെ പ്രകൃതിപരമായി അവനതിന് കഴിയുമെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമ് മുൻകടന്നതുകൊണ്ട് അതവിടെ മുഹാലാവുകയാണ് എന്ന് മൂന്നാമത്തെ കസ്മായി വായിച്ചിട്ട് ഞാൻ പറഞ്ഞതിനെ നീ കട്ട് ചെയ്തിട്ടല്ലേ നീ വലിയ ഞങ്ങൾ ഉത്തരം മുട്ടിച്ചു, ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് എത്തി എന്നൊക്കെ ബെഡായി പൊട്ടിക്കുന്നത്? ഇതെന്നെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ വാളക്കുളം അബ്ദുൽ അസീസ് സഖാഫി മൂപ്പരും ഈ വിഷയത്തിൽ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കിതാബുകൾ ഉദ്ധരിച്ച്. അദ്ദേഹവും ഈ വിഷയം പറഞ്ഞതിനെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഓൻ വലിയ ആളാകുക. മഹാലായതിന്റെ ഉദാഹരണമാണ് ഇബ്ലീസിന്റെ ഈമാൻ എന്നത്. ഇബ്ലീസ് മുഅ്മിനാവുക എന്നത് ലിദാത്തിഹി നോക്കിയാണെങ്കിൽ അത് മുംകിനാണ്. അതാ ഞങ്ങൾ പരിണങ്ങായി ലിദാത്തിഹി മുംകിനാണ് എന്ന് പറഞ്ഞാൽ സാധ്യമാണ്. മുംകിന് എന്ന് കണ്ടപ്പോ മൂപ്പർ അവിടെ വെച്ചങ്ങ് കട്ടാക്കി. എൻ്റെ സാധു, ലിദാത്തിഹി മുംകിനാണ് എങ്കിലും ലി ഗൈരിഹി അത് മുഹാലായി. അതെന്താ നീ മിണ്ടാത്തത്? ശറഹുൽ അഖായിദിൽ അതില്ലേ? ലി ഗൈരിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടക്കുക എന്ന മറ്റൊരു കാര്യം വന്നപ്പോൾ ഇതവിടെ എന്തായി? മുഹാലായി മാറി. ഇത് അസീസ് സഖാഫിയും വ്യക്തമായി പറയുന്നുണ്ട്. മൂപ്പർ അവിടെ വെച്ചത് കട്ടാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ അതാ ഞങ്ങൾ പറയുന്നത് എന്ന വീരവാദം മുഴക്കാൻ. തട്ടിപ്പും വെട്ടിപ്പും മഹാന്മാരുടെ കിതാബുകളിൽ, അതുപോലെ നമ്മൾ പറയുന്ന വിഷയങ്ങളിലെ ക്ലിപ്പുകളിൽ എന്തിലും തട്ടിപ്പ് നടത്തുക,
ഇവർ ഇബ്ലീസിൻ്റെ 1-ാം നമ്പർ അനുയായികൾ, അല്ലെങ്കിൽ പിന്നെ ആരാ അനുയായികൾ? പച്ചയായിട്ടല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഇവർ വെട്ടിപ്പ് നടത്തുന്നത്. എന്നിട്ടോ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മഹാന്മാർക്ക് വായിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അതിനെ കൃത്യമായി മഹാനായ ഇമാം സ്വാവിയുടെ തഫ്സീറിൽ നിന്ന് വായിച്ചു കൊടുത്തു. മിണ്ടാട്ടില്ല. മൂപ്പർ അതിനെക്കുറിച്ച് പറയുന്നത് കേക്ക്. ലാസ്റ്റ് ഒരു പോയിന്റിൽ ഇവരെത്തി. അതായത് മടവൂര് ശൈഖുനെയാണ് തൊടുക. തൊട്ട് ഇവര് നേരെ പോയി ഇന്നത്തെ ഗണ്ണനത്തിൽ അയാൾ പറഞ്ഞു, അല്ലാഹു ഒരു കാര്യം കണക്കാക്കിയാൽ അതിനെ മാറ്റാൻ കഴിയില്ല. ആർക്ക് വരെ? മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾക്ക് വരെ മാറ്റാൻ പറ്റില്ലെന്ന കടുത്ത വഹാബിസം ഇവിടെ വന്ന് പറയുമ്പോ, പണ്ട് അൽമനാറിൽ എഴുതിയ അതേ ഇബാറത്ത്, അൽമനാർ എന്ന മുജാഹിദിന്റെ പത്രത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് കഴിവില്ലെന്ന് പറയാൻ ഇമാം സോവയുടെ ഇബാറത്ത് കട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതേ ഇബാറത്ത് വായിച്ച് പറയുന്നു, നോക്കൂ നിങ്ങൾ, എവിടെ തീവർ, എന്താ ഇവരെ അവസ്ഥ? അവസ്ഥയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ചങ്ങാതി, എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടി ഉറച്ച് തന്നെ നിൽക്കാൻ. ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. പോയത് നീയൊക്കെ തന്നെയാണ്. എന്താ സ്വാഭിമാമിൻ്റെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചിട്ട് അതിനെ ഒരക്ഷരം കൊണ്ടുപോലും നീ ഗണ്ണിക്കാതിരുന്നത്? ഞാൻ വായിച്ചതൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മടവൂരിനെയാണ് തൊടുക, CM വലിയുല്ലാഹിയാണ് തൊടുക. ഞങ്ങൾ CM വലിയുല്ലാഹിയെ തൊട്ടിട്ടില്ല, ഞങ്ങൾ റിഫായി ശൈഖിനെ തൊട്ടിട്ടില്ല, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടിട്ടില്ല. മടവൂരിനെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിഴച്ച ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ മഹാനായ CM വലിയുല്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ നേരിടാൻ. എന്താ നിങ്ങൾക്ക് കഥയറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ വായിക്കുന്ന ഇബാറത്തുകളെ തൊടാൻ പോലും നിനക്കൊന്നും കഴിയാതെ പോകുന്നത്. എന്നിട്ട് ഞാൻ സ്വാവിയിൽ നിന്ന് വായിച്ച ആ ഭാഗം ഇവൻ കേൾപ്പിക്കുന്നുണ്ട്. ഇത് സ്വാവി ഇമാമ് പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. വായിച്ചതും പറഞ്ഞതും അടിമുടി തെറ്റാണ്. വായിച്ചതും അർത്ഥം പറഞ്ഞതും അടിമുടി തെറ്റാണെങ്കിൽ നൗഷാദെ, നീ എന്തേ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത്? നീ നേരെ മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദ് കിതാബിലേക്കല്ലേ ചാടിയത്? എന്താ നീ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത്? ഞാൻ ഇമാം ഷഅറാനിയുടെ അൽ യവാഖീതു വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് വായിച്ചു. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മായ്ക്കാൻ കഴിയില്ല. അതേസമയം വേറെ കുറേ ലൗഹകളുണ്ട്, അതിലെഴുതിയത് മായ്ക്കപ്പെടാം എന്നൊക്കെ ഞാൻ ഷഅറാനി ഇമാമിൻ്റെ കിതാബ് വായിച്ചു മറുപടി പറഞ്ഞിട്ട് ഒരക്ഷരം നീ അതിനെ ഖണ്ഡിച്ചു പറഞ്ഞോ? നീ നേരെ പകര ഉസ്താദിൻ്റെ ക്ലിപ്പും പൊക്കി പിടിച്ചോണ്ടല്ലേ വന്നത്. കിതാബ് വായിച്ചാൽ കിതാബ് കൊണ്ട് മറുപടി പറയണോ? ക്ലിപ്പുകൾ കൊണ്ടാണോ മറുപടി പറയേണ്ടത്? ഒരക്ഷരം പറയാൻ കഴിയാതെ നൗഷാദ് നട്ടം തിരിയാ ചെയ്തത്. ഇത് ഞാൻ വെറുതെ വായിച്ചതാണെന്നാണോ നീ കരുതിയത്? നീ കുറേ നാളായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ നേരെ കുതിര കയറുന്നു. നീ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നിനും അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ മറുപടി പറയും, കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും. നീ പേരോട് ഉസ്താദിൻ്റെ നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു ആരോപണം എന്താ? ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെപ്പോലെയാണെന്ന് പേരോട് ഉസ്താദ് പറഞ്ഞുവത്രേ. പുല്ലാളൂർ വന്നപ്പോഴും ഞാൻ സ്വാവിയിൽ നിന്ന് വായിച്ചതിന് മറുപടി പറയാൻ കഴിയാത്ത നൗഷാദ് എന്താ ചെയ്തതെന്നറിയോ? വലിയ ആള് പറയുന്നത് ഇതൊക്കെയല്ലേ, പിന്നെ എങ്ങനെ ഇവരൊക്കെ പറയാതിരിക്കുമെന്നാണ്. എങ്ങനെ ഇവരിങ്ങനെ കേടരാതിരിക്കുക? ഹബീബായ തങ്ങളെ കുറിച്ച് വലിയ ആള് പറഞ്ഞ് മറ്റേതല്ലേ? അത് കേൾപ്പിച്ചു കൊടുക്ക്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒന്നിനും കഴിയാത്ത വാപ്പ ആ അവശനായ വാപ്പയോട് പറയും. ഇതല്ലേ കുട്ടികൾ കേട്ട് പഠിക്കണ്. ഞങ്ങൾ കേട്ടുപഠിക്കുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൽ നിന്നൊക്കെ തന്നെയാണ് നൗഷാദെ. അത് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ആ പണ്ഡിതൻ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി ഒരക്ഷരം അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, സമൂഹത്തോട് പറഞ്ഞിട്ടുമില്ല.
ഓരോന്നും ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിക്കും നീ ഉന്നയിച്ച ആരോപണങ്ങൾ. ഇപ്പം ഇതിനകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പാച്ച നുണയല്ലേ നീ പറഞ്ഞത്? എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഒന്നിനും കഴിയാത്ത ഒരു വാപ്പയുടെ അടുത്തുപോയി എനിക്ക് വീടുണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ വാപ്പക്കത് കഴിയില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. ഉപമ എങ്ങോട്ടാണ്? പറയുന്ന കാര്യത്തിലേക്കാണ്, അല്ലാതെ തളർന്നു കിടക്കുന്ന വാപ്പയിലേക്കല്ല. ഇത് മനസ്സിലാക്കാൻ ആനത്തലയോളം ബുദ്ധിയൊന്നും വേണ്ട. അരിയാഹാരം കഴിച്ച് അല്പം ആൾതാമസം തലയിലുണ്ടായാൽ മതി. നിനക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയില്ലേ? പേരോട് ഉസ്താദ് പറയുന്നത് കൃത്യമായി ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്. നൗഷാദെ കേൾക്കുന്നുണ്ടോ? ഇതുപോലെ നബിതങ്ങളോട് പറയാണ്. അപ്പോൾ ഉപമ എങ്ങോട്ടാണ്? തളർന്നു കിടക്കുന്ന വാപ്പയോടല്ല. നിനക്കൊക്കെ നിന്റെയൊക്കെ ബുദ്ധിക്കും തലച്ചോറിനും തളർവാദം പിടിപെട്ടതിന് പേരോട് ഉസ്താദ് എന്തു പഴച്ചു ചങ്ങാതി? പാച്ച നോണ പറയോ? ഒന്നുകൂടി കേട്ടു നോക്കൂ ഉസ്താദ് എന്താ പറഞ്ഞത്. വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ കൃത്യമല്ലേ? ഇതുപോലെ നബിതങ്ങളോട് പറയാണ്. തസ്ബീഹ് എന്താണ്, മുസബ്ബഹ് എന്താണ്, ഇതൊന്നും പഠിച്ചിട്ടില്ല. വെറുതെ വന്ന് നിന്നിട്ട് പച്ച നുണ, പച്ച മലയാളത്തിൽ പറഞ്ഞതിനെ പോലും ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ. ഇനി ഈ ചങ്ങാതി പറഞ്ഞതുപോലെ കഴിവ് കെട്ട വാപ്പായോട് നബിതങ്ങളെ ഉപമിച്ചു എന്ന് ഒരു വാദത്തിന് വേണ്ടി നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഒരിക്കലും അത് പേരോട് ഉസ്താദ് പറയുന്നില്ല കേട്ടോ. പേരോട് ഉസ്താദ് അവിടെ ഉപമപ്പെടുത്തുന്നത് തന്നെ ആ വാപ്പയോട് പറയുന്നത് പോലെ പറച്ചിലിനെയാണ് ഉപമിക്കുന്നത്. ഇനി ഇവൻ്റെ വാദത്തിന് വേണ്ടി നമ്മളങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഇവൻ എന്തൊക്കെ തള്ളണ്ടി വരും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. എന്താണ്? ഇന്ന മസലി വ മസലൽ അംബിയാഇ മിൻ ഖബ്ലി, എൻ്റെയും എനിക്ക് മുമ്പ് വന്ന നബിമാരുടെയും ഉപമ ക മസലി റജുലിൻ ബനാ ബൈത്തൻ, ഒരു വീട് പണിത ഒരാളെപ്പോലെയാണ്. നബിതങ്ങളാണ് ഉപമിക്കുന്നത്. നബിതങ്ങളെയും നബിതങ്ങളുടെ മുമ്പ് വന്ന സകല പ്രവാചകന്മാരുടെയും ഉപമ ആരെപ്പോലെയാ? ഒരു കെട്ടിടം നിർമ്മിച്ച മനുഷ്യനെ പോലെയാണ് എന്നാ പറയാ. അവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. ഫ അഹ്സനഹു വ അജ്മലഹു, അവൻ ആ കെട്ടിടം നന്നായി പണിതു. ഇല്ലാ മൗലിഅ ലബിനത്തിൻ മിൻ സാവിയ, ഒരു മൂലയിൽ ഒരു കല്ല് വെക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ടു. ബാക്കിയൊക്കെ നന്നായി പണിതു. ഫജഅലന്നാസു യതൂഫൂന ബിഹി വ യഅജബൂന ലഹു, ആളുകളൊക്കെ അതിങ്ങനെ ചുറ്റിക്കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കാൻ. എന്നിട്ട് അവർ പറയും, ഇവിടെ എന്താ ഈ ഇഷ്ടിക വെക്കാത്തത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഫ അനൽ ലബിന, ഞാനാണ് ആ ഇഷ്ടിക, വ അന ഖാത്തിമുൻ നബിയീൻ, ഞാനാണ് നബിമാരിൽ അവസാനത്തെയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തെ ഉപമിച്ചത് ഒരു ഇഷ്ടികയോടാണ്. ഇനി നീ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഇബ്ലീസിനെ നന്നാക്കിക്കൊണ്ട് പ്രസംഗിക്കുമോ നൗഷാദെ? ഒരു ഉപമ പറയുന്നത് എന്തിനാണെന്ന് പോലും തിരിയാത്തൊരു ചെങ്ങാതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപമിച്ചത് ഒരു ഇഷ്ടികയോടാണ്. അങ്ങനെ ഉപമ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടാനാണെന്ന് ഈ ചെങ്ങാതിയെ ആരാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. എടോ, ഇസ്തിഗാസ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നല്ല ഏതൊരു വലിയാകട്ടെ അവർക്കൊന്നും സ്വന്തമായിട്ടൊരു കഴിവുമില്ല. അള്ളാഹുവിനാണ് കഴിവ്. നീ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുത്താൽ പിന്നെ മൊബൈൽ അവരുടേതാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഓണാക്കാം, ഓഫാക്കാം, കോൾ ചെയ്യാം എന്നൊക്കെയുള്ളത് സുന്നത്ത് ജമാഅത്തല്ലടോ. അത് നിന്റെ പിഴച്ച ഇബ്ലീസ് ത്വരീഖത്താണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ? ഇത് നോക്കൂ, കിതാബേദ മഹാനായ സൈനി ദഹ്ലാന്റെ അദ്ദുററുസ് സനിയ്യ ഫിർ റദ്ദി അലൽ വഹാബിയ്യ, ആ കിതാബ് നോക്കൂ. അതിനകത്തെടുത്ത് വായിച്ച് പഠിക്കു ചങ്ങാതി. ഞാനിങ്ങനെ കിതാബിൻ്റെ ഇബാറത്തുകളൊക്കെ തെളിവായിട്ട് വായിക്കുമ്പോൾ ചില ഉസ്താദുമാർ, കാര്യപ്പെട്ട ആലിമീങ്ങൾ തന്നെ
എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, എന്തിനാ നിങ്ങൾ ഇതിനു മാത്രം കിതാബ് എടുത്ത് വായിക്കുന്നത്? നൗഷാദിനോട് അങ്ങനെയൊക്കെ കിതാബ് വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ മണ്ടയിലേക്ക് കയറൂല. എന്തിനാ പിന്നെ നിങ്ങൾ ഇങ്ങനെ കിതാബുകൾ വായിക്കുന്നത്? ഒരു 4-5 മിനിറ്റിൽ മറ്റേ അൻസാരി സുഹരി പറയുന്നത് പോലെ മറുപടി പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ ഈ നൗഷാദിൻ്റെ തലയിൽ കയറാനല്ല പറയുന്നത്, എൻ്റെ ബാധ്യത നിർവഹിക്കാൻ. സാധാരണക്കാരായ ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കിതാബുകൾ എടുക്കുന്നത്. അൻസാരി സുഹരി പറയുന്ന മറുപടി ആ രീതിയിൽ പോട്ടെ. കിതാബുകളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാനും ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെന്നോട് ക്ഷമിക്കണം. നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ എന്താണെന്ന് മഹാന്മാരുടെ കിതാബുകൾ കൊണ്ട് പറയുന്നത് സാധാരണ ജനങ്ങൾ ഈ ഇബ്ലീസ് ത്വരീഖത്തിൽ പെട്ടുപോകാതിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? അത് വലിയ എന്തോ കുഴപ്പം പോലെയൊക്കെയാണ് ഇവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാവി ഇമാം വഹാബിയാണോ? നീ മറുപടി പറയണം. അടുത്തത് ഞാൻ വായിക്കുന്നു, സൈനി ദഹ്ലാൻ വഹാബിയാണോ? വഹാബികൾക്കെതിരെ എഴുതിയ കിതാബിലാ പറയുന്നത്. എന്താ പറയുന്നത്? ലി അന്ന മആശിറു അഹ്ലിസ് സുന്ന, നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകളാണ്. ലാ നഅ്തഖിദു, നമ്മൾ വിശ്വസിക്കുന്നില്ല, തഅ്സീറൻ, ഒരു പ്രതിഫലനമുണ്ടാക്കലിനെ, വലാ ഖൽഖൻ, സൃഷ്ടിക്കലിനെയും, വലാ ഈജാദൻ, ഉണ്ടാക്കലിനെയും, വലാ ഇഅ്ദാമൻ, ഇല്ലാതാക്കലിനെയും, വലാ നഫ്അൻ, ഉപകാരം ചെയ്യലിനെയും, വലാ ദർറൻ, ഉപദ്രവം ചെയ്യലിനെയും, ഇല്ലാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു തആലയ്ക്കല്ലാതെ, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു തഅ്സീർ ഉണ്ടാക്കാനോ, ഒന്നിനെ സൃഷ്ടിച്ചു തരാനോ, ഒന്നിനെ ഉണ്ടാക്കി തരാനോ, ഒരു ഉപകാരം ചെയ്യാനോ, ഒരു ഉപദ്രവം ചെയ്യാനോ ആർക്കും കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വലാ നഅ്തഖിദു, കേട്ടോളണം, എന്നെ വഹാബിയാക്കിയിട്ട് കാര്യമില്ല. സൈനി ദഹ്ലാന വഹാബിയാണെന്ന് പറയോ നൗഷാദെ? നീ എന്താ പറയുന്നത്? വലാ നഅ്തഖിദു തഅ്സീറൻ വലാ നഫ്അൻ വലാ ദർറൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉപകാരം ചെയ്യാനും ഒരു ഉപദ്രവം ചെയ്യാനും ഒരു തഅ്സീർ ഉണ്ടാക്കാനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വലാ ലി ഗൈരിഹി മിനൽ അഹ്യാഇ വൽ അംവാത്ത്, നബി തങ്ങളല്ലാത്ത മറ്റാർക്കും, മരണപ്പെട്ടവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആർക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസമെന്ന് സൈനി ദഹ്ലാൻ പറയാണ്. എന്നിട്ട് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, വകദാബിൽ ഔലിയാഇ വസ്വാലിഹീന ലാ ഫർഖ ബൈന കൗനിഹിം അഹ്യാഅൻ വ അംവാതൻ ലിഅന്നഹും ലാ യഖ്ലുഖൂന ശൈഅ വലൈസ ലഹും തഅ്സീറുൻ ഫീ ശൈ. ഇതേപോലെ തന്നെയാണ് ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ. അവരും ഒന്നിനെയും പടച്ച് നമുക്ക് തരുന്നില്ല എന്നല്ല, അവരൊന്നിലും ഒരു തഅ്സീറും ഉണ്ടാക്കുന്നില്ല, അവരൊന്നിലും ഒരു പ്രതിഫലനവും ഉണ്ടാക്കുന്നില്ല. പിന്നെയോ നമ്മൾ അവരോട് ഇസ്തിഗാസ നടത്തുന്നത്, നമ്മൾ അവരോട് തവസ്സുല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വഇന്നമാ യതബറകു ബിഹിം ലികൗനിഹിം അഹിബ്ബാ അല്ലാഹി തആല, നമ്മൾ അവരുടെ ബറക്കത്തിന് വേണ്ടിയാണ് അവരോട് ഇസ്തിഗാസ നടത്തുന്നത്. ആ ബറക്കത്ത് കൊണ്ട് അവരുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളാണ്. അപ്പോൾ അവരുടെ ബറക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ നടത്തുന്നത് എന്ന് സൈനി ദഹ്ലാൻ രേഖപ്പെടുത്താൻ. എന്നിട്ടും തീരുന്നില്ല. വഅമ്മൽ ഖൽഖു വൽ ഈജാദു വൽ ഇഅ്ദാമു വൻ നഫ്ഉ വൽ ദർറു ഫഇന്നഹു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഉപകാരവും ഉപദ്രവവും സൃഷ്ടിക്കലും ഉണ്ടാക്കലും പടക്കലും ഒക്കെ ഇല്ലാതാക്കലും ഒക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതല്ലേ പേരോട് ഉസ്താദും പറഞ്ഞത്? ഒരു കഴിവുമില്ല, അള്ളാഹു അല്ലാത്ത ആർക്കും ഒരു കഴിവുമില്ല എന്നത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണെന്ന് സൈനി ദഹ്ലാൻ രേഖപ്പെടുത്താൻ അദ്ദുററുസ്സനിയ പേജ് നമ്പർ 14-15. ഇനി നീ ആരെയൊക്കെ വഹാബിയാക്കും? പേരോട് ഉസ്താദിനെ, പൊന്മള ഉസ്താദിനെ, അതുപോലെയുള്ള ആലിമീങ്ങളെ, എന്നെപ്പോലെയുള്ള സാധാരണക്കാരെ, ഞങ്ങളെയൊക്കെ വഹാബിയാക്കുന്ന നീ സൈനി ദഹ്ലാനെ വഹാബിയാക്കാൻ തയ്യാറുണ്ടോ? സാവി ഇമാമിനെ വഹാബിയാക്കാൻ തയ്യാറുണ്ടോ? അശ്ശഅറാനി ഇമാമിനെ വഹാബിയാക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് മഹാനവറുകൾ പറയാൻ, ഫത്തവസ്സുലു വത്തശഫ്ഫുഉ വൽ ഇസ്തിഗാസതു കുല്ലുഹാ ബിമഅനം വാഹിദ്. ശഫാഅത്ത് തേടലാണെങ്കിലും തവസ്സുൽ ചെയ്യലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും എല്ലാം ഒരൊറ്റ
ഒറ്റ അർത്ഥത്തിനാണ്. വലൈസ ലഹാ ഫീ ഖുലൂബിൽ മുഅ്മിനി മഅനൻ ഇല്ല തബറുകു ബിദിക്രി അഹിബ്ബാഇല്ലാഹി തആല. ഇങ്ങനെ ഇസ്തിഗ്ഹാസയും തവസ്സുലും ഒക്കെ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ മഹാന്മാരുടെ പേരു പറയൽ കൊണ്ടുള്ള ബറക്കത്തല്ലാതെ വേറെ ഒരർത്ഥവുമില്ല എന്ന് രേഖപ്പെടുത്താൻ. വ്യക്തമല്ലേ കാര്യം? എന്നിട്ടല്ലേ ഇവൻ പേരോട് ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പും കൊണ്ടുവന്നിട്ട് ഉസ്താദ് പറഞ്ഞ ഒരു ഉപമ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ തളർന്നു കിടക്കുന്ന വാപ്പയോട് മുത്തുനബിയെ ഉപമിച്ചു എന്ന് പറഞ്ഞു 3 കോളാമ്പികളും ഈ കേരള മണ്ണിൽ ഒച്ച വെച്ച് നടക്കുന്നത്. അവിടെ കൊണ്ടും തീരുന്നുണ്ടോ? സൈനി ദഹ്ലാൻ്റെ വേറൊരു കിതാബ് കൂടി എടുത്തു തരാം. എന്താണ് അതിൻ്റെ പേര്? ഫിത്നത്തുൽ വഹാബിയ്യ. വഹാബികൾക്കെതിരെ എഴുതുന്ന കിതാബുകളാണ്. അതിനകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാ പറയുന്നത്. എന്താ പറയുന്നത് കേട്ടോളൂ. വൽ ഹാസിലു, ചുരുക്കത്തിൽ, അന്നന്നിദാ, വിളിയും, വത്തവസ്സുല, തവസ്സുലാക്കലും, ലൈസ ഫീ ശൈഇൻ മിൻഹുമാ ദററുൻ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇല്ലാ ഇദാ ഇതഖദ തഅ്സീറ ലിമൻ നാദാഹു ഔ തവസ്സല ബിഹി. സൈനി ദഹ്ലാൻ പറയാൻ, വിളിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തവസ്സുലാക്കുന്ന ആൾക്ക് എന്തെങ്കിലും തഅ്സീറുണ്ട് എന്ന് വിശ്വസിച്ചാലൊഴികെ, അങ്ങനെ തഅ്സീറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിളിക്ക് കുഴപ്പമുണ്ട് എന്നാ പറയുന്നത്. നമ്മളിവിടെ മഹാരഥന്മാരെ വിളിക്കുന്നത് അവരുടെ ബറക്കത്ത് പ്രതീക്ഷിച്ച്, അവരുടെ ഇടപെടൽ പ്രതീക്ഷിച്ച്, അതല്ലാതെ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യലോ, നീ പറയുന്നത് പോലെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു അവർക്കങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു, ഇനി അവരുടെ ഇഷ്ടം പോലെ ആകാം എന്നൊരു വിശ്വാസമൊന്നും സുന്നത്ത് ജമാഅത്തിനില്ല. അതുകൊണ്ടാണ് ഷാഫി ഇമാമ് പറഞ്ഞത്, അത്തരത്തിൽ അവർ ദുആ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അവരെ തടയുമെന്ന് പറഞ്ഞത്. അവരെ ദുആ ചെയ്യാൻ അള്ളാഹു സമ്മതിക്കില്ല. അവർ ദുആ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ നാണം കെടും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു അവരെ സമ്മതിക്കൂല എന്ന് വരെ സ്വാമി ഇമാം എഴുതി വെച്ചത് ഞാൻ വായിച്ചില്ലേ? അർത്ഥം പറഞ്ഞതും വായിച്ചതും അടിമുടി തെറ്റാണെന്നും പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടതല്ലാതെ എന്തെങ്കിലും ഒരു പ്രതിരോധം അതിൽ നിന്ന് നീ തീർത്തോ? എന്നിട്ട് വലിയ ചന്ദ്രാസളൊക്കെ സൈനി ദഹ്ലാൻ പറയുന്നത് കേക്ക്. ഇല്ലാ ഇദാ ഇതഖദ തഅ്സീറ ലിമൻ നാദാഹു ഔ തവസ്സല ബിഹി. വിളിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തവസ്സുലാക്കുന്ന ആൾക്ക് എന്തെങ്കിലും തഅ്സീറുണ്ട് എന്ന് വിശ്വസിച്ചാലൊഴികെ. എന്നിട്ട് പറയാൻ, വമതാ കാന മുഅ്തഖിദൻ അന്ന തഅ്സീറ ലില്ലാഹി ലാ ലിഗൈരില്ലാഹി ഫലാ ദററ ഫീ ദാലിക്. അല്ലാഹു മാത്രമേ എന്തിനും കഴിവുള്ളൂ, ബാക്കി ആർക്കും ഒന്നിനും കഴിവില്ല. അള്ളാഹ്ക്കു മാത്രമേ കഴിവുള്ളൂ എന്ന് വിശ്വസിച്ചാൽ അതിനൊരു കുഴപ്പമില്ല. അപ്പൊ നീ ചോദിക്കും, മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദ് കിതാബിലല്ലേ ഗൗസുൽ ആലം തങ്ങൾ ഖദീറാണ് എന്നൊക്കെ പറഞ്ഞത് എന്ന് നീ ചോദിക്ക്. നിന്റെ സ്വന്തം മർക്കസിൽ നിന്നിറക്കിയ കിതാബായത്. ഗൗസുൽ ആലമിനെ കുറിച്ച് പാടിയത് അൻതൽ ഖദീറു അലാ തഗ്യീരി ഖദരി ഇലാഹിൽ ഖൽഖി ലിൽ ഹഖ് ഹഖ്ഖൻ മുഹിയദ്ദീനി. അൻതൽ ഖദീർ, നിങ്ങൾ കഴിവുള്ള ആളാണ്. അലാ തഗ്യീരി ഖദരി ഇലാഹിൽ ഖൽഖി, അല്ലാഹു ആകുന്ന റബ്ബിന്റെ തീരുമാനത്തെ മാറ്റാൻ വരെ മുഹിയദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിൽ പറയുമ്പോ ഒരു കുഴപ്പമില്ല. അതിനൊക്കെ കിതാബൊക്കെ ഒന്ന് ഓതി പഠിക്കണ്ടേ ചങ്ങാതി? നിനക്ക് തിരിയാതെ നട്ടം തിരിയുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു മർക്കസിൽ നിന്നിറങ്ങിയ ഒരു മൗലിദ് കിതാബും പൊക്കി പിടിച്ചോണ്ട് വന്നതാണ്. എൻ്റെ ചങ്ങാതി, മുഹീദ്ദീൻ ശൈഖ് ഖദീറാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മഹാന്മാരാകുന്ന അഇമ്മത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, സൈനി ദഹ്ലാൻ തന്നെ പറയുന്നു, വകദാലിക ഇസ്നാദു ഫിഅലിൻ മിനൽ അഫ്ആലി ലിഗൈരില്ലാഹി ലാ യദുറു. ഇതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തി അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കൽ, അതിന് പ്രശ്നമൊന്നുമില്ല. ഇല്ലാ ഇദാ ഇതഖദ തഅ്സീറ, തഅ്സീറിനെ വിശ്വസിച്ചാലല്ലാതെ. അവർ കഴിവുള്ളവരാണ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അവർ ഖദീറാണ്, കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. എന്നിട്ട് പറയാൻ, വമത്താലം യഅ്തഖിദി തഅ്സീർ, തഅ്സീറിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഫഇന്നഹു യുഹ്മലു അലൽ മജാസിൽ അഖലി, അതിനെ അഖലിയായ മജാസിലേക്ക് ചേർക്കപ്പെടും, അതിൻ്റെ മേൽ ഹംല് ചെയ്യപ്പെടും. കഖൗലിഹി, അതിനൊരു ഉദാഹരണം പറയാൻ, നഫഅനി ഹാദദ്ദവാ, ഈ മരുന്ന് എനിക്ക് ഉപകാരം ചെയ്തു.
ഔ ഫുലാനുലിൽ വലി, അല്ലെങ്കിൽ ഇന്നാലിന്ന വലിയ എനിക്കൊരു ഉപകാരം ചെയ്തു, ഫഹുവ മിസ്ലു ഖൗലിഹി അശ്ബഅനി ഹാദ ത്വആം, ഈ ഭക്ഷണം എൻ്റെ വിശപ്പ് മാറ്റി, വ അർവാനി ഹാദൽ മാ, ഈ വെള്ളം എൻ്റെ ദാഹം മാറ്റി, വ ശഫാനി ഹാദ ദവാ, ഈ മരുന്ന് എൻ്റെ രോഗം മാറ്റി. ഇങ്ങനെയൊക്കെ ഫമത്താ സ്വദറ ദാലിക മിൻ മുസ്ലിമിൻ, ഇതൊക്കെ ഒരു മുസ്ലിം പറയുകയാണെങ്കിൽ ഫ ഇന്നഹു യുഹ്മലു അലൽ ഇസ്നാദിൽ മജാസി വൽ ഇസ്ലാമു കരീനത്തുൻ കാഫിയത്തുൻ ഫീ ദാലിക് എന്ന് പറഞ്ഞാൽ അതൊരു മജാസിയാണ്, അതിൻ്റെ കരീന് അവൻ മുസ്ലിമാണ് എന്നതാണ് എന്നൊക്കെ പറയാൻ. ഈ പറഞ്ഞതൊക്കെ സാധാരണക്കാർക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ പറയാൻ, ഞാൻ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം എൻ്റെ വിശപ്പ് മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു ഡോക്ടറെ പോയി കണ്ടു, അയാൾ എൻ്റെ രോഗം മാറ്റി എന്ന് ഒരു മുസ്ലിം പറയുകയാണെങ്കിൽ അതെന്താണ്? യഥാർത്ഥത്തിൽ രോഗം മാറ്റിയവൻ ആ ഡോക്ടറല്ല, യഥാർത്ഥത്തിൽ വിശപ്പ് മാറ്റിയത് ആ ഭക്ഷണമല്ല. പക്ഷേ അത് മാറ്റി, ആ ഡോക്ടർ രോഗം മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ ഡോക്ടർക്കൊരു കഴിവുമില്ല. രോഗം മാറ്റിയത് അള്ളാഹുവാണ്, വിശപ്പ് മാറ്റിയത് അള്ളാഹുവാണ്, ദാഹം മാറ്റിയത് അള്ളാഹുവാണ്, വെള്ളമല്ല. പിന്നെ ഒരു മുസ്ലിം ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? അവൻ മുസ്ലിമായതുകൊണ്ട് അവൻ്റെ വിശ്വാസം എല്ലാം അള്ളാഹുവാണ് എന്നതാണ്. അതുകൊണ്ട് ആ പറയുന്നത് ഒരാലങ്കാരിക പ്രയോഗമാണ്. അത് തന്നെയാണ് മർക്കസിൽ നിന്നിറങ്ങിയ ആ മൗലിദ് കിതാബിലുമുള്ളത്. എൻ്റെ ചങ്ങാതി, ഇതൊന്നും തിരിയാതെ ഇങ്ങനെ ഇബ്ലീസിൻ്റെ പിന്നാലെ കൂടിയാൽ വഴിപിഴച്ചു പോണതറിയില്ല. എന്തെല്ലാം പിഴച്ച വാദങ്ങൾ, എന്തെല്ലാം പിഴച്ച വാദങ്ങൾ. ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇബ്ലീസിനെ മുസ്ലിമാക്കാൻ. അതാണ് ഏറ്റവും വലിയ രസം. വേറൊരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, ഇബ്ലീസ് മഅരിഫത്തുള്ള ആളായിരുന്നു, മഅരിഫത്തുള്ള വലിയ ആലിമായിരുന്നു എന്ന്. ഇബ്ലീസ് അങ്ങനല്ല, ഇബ്ലീസ് വലിയ ആലിമാണ്, മഅരിഫത്തുള്ള ആലിമാണ്. ഈ ജാതി സാധനങ്ങളെയൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് നൗഷാദെ, എൻ്റെ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുഴഞ്ഞു കിടക്കണ വാപ്പ, കുറേ നാളായില്ലേ നീ പേരോട് ഉസ്താദിനെതിരെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ചങ്ങാതി. ഉസ്താദ് അവിടെ എന്തിനെയാണ് ഉപമിച്ചത്? എന്തിനോടാണ് ഉപമിച്ചത്? ഇതൊന്നും നിനക്ക് തിരിയാതെ എന്തിനാണ് ഒരു ആലിമിനോടുള്ള ഹസദ് കൊണ്ട്, വെറുപ്പും അസൂയയും കൊണ്ട്, നിന്റെ കിബറ് കൊണ്ട് ഈ പച്ച നുണ പറഞ്ഞു നടക്കണത്? ഒന്ന് നന്നായിക്കൂടെ? അള്ളാഹു നന്നാക്കട്ടെ എന്ന് ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. ഇനി അടുത്ത തവണ വന്നിട്ട് ബെഡായി വിടുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതിന് മറുപടി പറഞ്ഞാൽ കൃത്യമായിട്ടൊരു തീരുമാനം ഉണ്ടാകും. ഇനി വേണമെങ്കിൽ നീ എന്നോടും ചോദിച്ചോ ചോദ്യങ്ങൾ, ഞാൻ അതിന് എണ്ണി മറുപടി പറയാം ഇൻഷാ അള്ളാ. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നിനക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് കുഴഞ്ഞു കിടക്കണ വാപ്പാലേക്ക് വാ. എന്നിട്ട് എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത് എന്നും, എന്താ ഇമ്മത്ത് പറഞ്ഞത് എന്നും, എന്താണ് സ്വാവിയിൽ പറഞ്ഞത് എന്നും, എന്താണ് ഷാറാനി ഇമാമ് പറഞ്ഞത് എന്നും, എന്താണ് സൈനി ദഹ്ലാം പറഞ്ഞത് എന്നുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയും കിതാബുകൾ എടുക്കാൻ കിടക്കല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ നൗഷാദെ. ഇൻഷാ അള്ളാ ഒരു കുഴപ്പമില്ല. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പിഴച്ച വാദത്തെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് നേരെ കുതിര കയറിയാൽ നീ കുതിര കയറിയിട്ടുള്ള ഓരോന്നിനെയും വ്യക്തമായി വിചാരണ ചെയ്യും. തല നാരിഴ കീറി ഇൻഷാ അള്ളാ ചോദിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.